എഡ്യൂക്കേഷൻ. കേരളത്തിലെ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഇന്ന് വായിക്കുന്നത്. നദികളെക്കുറിച്ചാണ് 40 ചോദ്യോത്തരങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം: കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി? ഉത്തരം പെരിയാർ. ഇടുക്കിയിൽ നിന്നും കിഴക്കോട്ട് ഒഴുകുന്ന നദി? പാമ്പാർ. ദേശാടന പക്ഷികളുടെ പറുദീസയായ പാതിരാമണൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ? വേമ്പനാട്ട് കായൽ. ഭവാനി നദി ഉത്ഭവിച്ചൊഴുകുന്നത് ഏത് പീഠഭൂമിയിൽ കൂടിയാണ്? പാലക്കാട് പീഠഭൂമി. കേരളത്തിൻ്റെ പുണ്യനദി എന്നറിയപ്പെടുന്നത്? പമ്പ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? വേമ്പനാട്ട് കായൽ. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? വയനാട്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല? കാസർഗോഡ്. കാവേരി നദിക്ക് കേരളത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന എത്ര പോഷക നദികളാണുള്ളത്? 3. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി? മഞ്ചേശ്വരം പുഴ. പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ശിവഗിരിമല. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ഏതു നദിയിലാണ്? മുതിരപ്പുഴ. മൂറാട് പുഴ എന്നറിയപ്പെടുന്ന നദി? കുറ്റിയാടിപ്പുഴ. പുരാതന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ട നദി ഏതാണ്? പമ്പ. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള നദി? നെയ്യാർ. കേരളത്തിൻ്റെ നൈൽ നദി എന്നറിയപ്പെടുന്നത്? ഭാരതപ്പുഴ. മിനി പമ്പ ഏത് നദിയിലാണ്? ഭാരതപ്പുഴ. പെരിയാറിനെ പൂർണ്ണ എന്ന് വിളിച്ചതാര്? ശ്രീ ശങ്കരാചാര്യർ. പയസ്വിനിപ്പുഴ എന്നറിയപ്പെടുന്ന നദി? ചന്ദ്രഗിരിപ്പുഴ. കർണാടകയിൽ ഉത്ഭവിച്ച് കേരളത്തിലൂടെ ഒഴുകുന്ന നദി? വളപട്ടണം പുഴ. താഴെ കൊടുത്തിട്ടുള്ള ജലവൈദ്യുത പദ്ധതികളിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏത്? ഉത്തരം ഷോളയാർ. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി? പമ്പ. പെരിയാർ നദി പതിക്കുന്നത് എവിടെ? വേമ്പനാട്ട് കായൽ. പ്രാചീന കാലത്ത് പേരാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നദി? ഭാരതപ്പുഴ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡാമുകൾ ഉള്ളത് ഏത് നദിയിലാണ്? പെരിയാർ. OV വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പരാമർശിച്ചിട്ടുള്ള നദി ഏത്? തൂതപ്പുഴ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ ഉള്ളത് ഏത് നദിയിലാണ്? ഭാരതപ്പുഴ. അഷ്ടമുടിക്കായൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൊല്ലം. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ്? കല്ലട. കേരളത്തിലെ ആദ്യ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം? പൂക്കോട് തടാകം. കേരളത്തിലെ ഏക പ്രകൃതിദത്ത ഓക്സ്ബോ തടാകമായ വൈന്തില തടാകം ഏത് നദിയുടെ തീരത്താണ്? ചാലക്കുടിപ്പുഴ. നിള നദി എന്ന പേരിൽ അറിയപ്പെടുന്ന നദി ഏത്? ഭാരതപ്പുഴ. കാസർഗോഡ് നഗരത്തെ U ആകൃതിയിൽ ചുറ്റി ഒഴുകുന്ന നദി? പയസ്വിനിപ്പുഴ. നീലഗിരി മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏത്? ഭവാനി. ചാലിയാറിൻ്റെ ഉത്ഭവസ്ഥാനം? ഇളമ്പലേരിക്കുന്ന്. വാഴച്ചാൽ വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ചാലക്കുടിപ്പുഴ. ചമ്പക്കുളം വള്ളംകളി നടക്കുന്നത് എവിടെ? പമ്പ. പെരിയാർ നദിയുടെ നീളം 244 കിലോമീറ്റർ. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി? ചെങ്കുളം. ഭാരതപ്പുഴയുടെയും വെളിയങ്കോട്ട് കായലിനെയും ബന്ധിപ്പിക്കുന്ന കനാൽ ഏത്? പൊന്നാനി കനാൽ. 40 ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.